Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഒരു ബേക്കിങ്ങിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്പോഞ്ച് കേക്കിനെ എങ്ങനെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീം എങ്ങനെ ഒട്ടും തന്നെ മെൽട്ടായി പോകുകയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി ഇവിടെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം, കേക്ക് ഡെക്കറേഷനോ ഐസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുക്കാൻ നോക്കുക. ഡയറി വിപ്പിംഗ് ക്രീം ആകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അത് പെട്ടെന്ന് മെൽട്ടായി പോവുകയും അതുപോലെ തന്നെ അത് സ്റ്റിഫായി ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിഫായി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ കുറച്ചൊരു ഓവർ ബീറ്റായി പോയെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഡയറി വിപ്പിംഗ് ക്രീമിന്. അപ്പോൾ ഇന്ന് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറച്ചൊരു മധുരം കുറവാണ്. ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും കുറച്ചുകൂടി മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഐസിങ് ഷുഗർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചില വിപ്പിംഗ് ക്രീം നല്ല മധുരമായിരിക്കും, അപ്പം ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ സ്പീഡിലിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടിക്കൊടുക്കരുത്. സ്പീഡ് കൂട്ടിക്കൊടുത്താൽ അതിലേക്ക് കുറേ എയർസൊക്കെ കയറി നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് കുറേ കുമിളകൾ പോലെ എയർ ബബിൾസൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് മാക്സിമം സ്പീഡ് കുറച്ച് 1-ലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പം നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ബ്ലേഡ് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രീമൊന്നിങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഇനി ഓവർ ബീറ്റ് ആക്കരുത്. ഓവർ ബീറ്റായാൽ പിന്നെ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രോസ്റ്റിങ് ചെയ്താൽ തന്നെ കേക്കിലൊക്കെ അങ്ങനെ ഫ്രോസ്റ്റിങ്ങിലൊക്കെ കുറേ ഹോൾസ് പോലെയൊക്കെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യേണ്ട കേക്ക് എടുത്ത് നമുക്ക് എത്ര ലേസായിട്ടാണോ ഇത് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഈക്വൽ ലേസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ബേക്കിംഗ് ക്ലാസ് പാർട്ട് 2-ൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓവണൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോഞ്ച് കേക്കാണിത്. ഇനി ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന് മുകളിൽ കേക്ക് ബോർഡ് വയ്ക്കുക. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്കാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്, പക്ഷേ 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇഞ്ചിനേക്കാളും കുറച്ച് വലിയ കേക്ക് ബോർഡ് എപ്പോഴും എടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സൈഡൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രഷിനെ കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒന്നുകിൽ സ്പൂണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ആദ്യത്തെ ലെയറിന് മുകളിലേക്ക് കുറച്ച് ക്രീം ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് അതും ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലും കുറച്ച് ക്രീം ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയർ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് ലെയറായിട്ട് കേക്കിൻ്റെ അടിഭാഗത്തുള്ള പീസാണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടി വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ക്രം കോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ കേക്കിന് മുകളിലും സൈഡിലൊക്കെ ഒരു തിന്നായിട്ടുള്ള ക്രീം കൊണ്ടുള്ള ഒരു കോട്ടിങ് കൊടുക്കലാണ്. അതായത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ക്രീം എത്തുന്ന വിധത്തിൽ ഒരു തിൻ ലെയറായിട്ട് ഒരു കോട്ടിങ് കൊടുക്കലാണ്. എവിടെയെങ്കിലും കേക്കിൻ്റെ ലെയേഴ്സിലൊക്കെ എവിടെയെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിന് മുകളിലേക്ക് അടുത്ത ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പിന്നെ ബാസ്ക്കറ്റ് വേവിൻ്റെ ഒരു നോസിൽ വെച്ചാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് ക്രീം അപ്ലൈ ചെയ്യുന്ന പണിയും അങ്ങ് തീരും. അങ്ങനെ കേക്കിന് സൈഡിലും മുകൾ ഭാഗമൊക്കെ നല്ലൊരുപോലെ തന്നെ അങ്ങ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഐസിങ് നൈഫ് വെച്ച് നമുക്കിത് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇത് ഒരേപോലെ ഒരേ അളവിൽ തന്നെ ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാൻ പറ്റും. ഈ ഐസിങ് നൈഫ് വെച്ച് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഈ ഒരു ഐസിങ് നൈഫ് വെച്ച് തന്നെ കേക്കിന് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് നൈഫും സ്ക്രാപ്പറൊക്കെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ കേക്ക് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ തവണയും നമ്മളിത് കേക്കിലൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിങ്ങനെ വീണ്ടും ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഈ സ്ക്രാപ്പർ കൊണ്ടൊന്ന് ലെവലാക്കി എടുക്കാം. നമുക്കിത് കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ എപ്പോഴാണോ നമുക്കൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്നത് അതുവരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കുറച്ചൊന്ന് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പണിയാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഫോഴ്സ് കൊടുക്കാതെ ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വേണം ഇതൊന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ സൈഡും ഒന്ന് ചെറിയൊരു ടച്ച് ചെയ്തിട്ട് വേണം ഇതൊന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. കൈയൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് വേണം ഇത് ലെവലാക്കി എടുക്കാൻ. ലെവലാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ക്രീം ആവശ്യമായിട്ട് തോന്നാം. അവിടെയൊക്കെ നൈഫ് കൊണ്ട് ഒന്നുകൂടി ക്രീമാക്കി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കൊക്കെ അത്യാവശ്യം ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട് എയർ ബ്രഷ് കൊണ്ട്, പിന്നെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും ബൈ.